രാം നാരായൺ രാം എന്നത് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു മഹത്തായ മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചാൽ ആരെയും ബാധിക്കുന്ന നെഗറ്റിവിറ്റി അടുത്തേക്ക് വരില്ല. ഓരോ വ്യക്തിയും ഈ മന്ത്രം ഹൃദയപൂർവ്വം ജപിക്കണം. ആരെയും ബലമായി ഈ മന്ത്രം ജപിക്കണമെന്ന് ആവശ്യപ്പെടാനാവില്ല. അവനെ വെറുതെ വിട്ടാൽ മതിയാവും. ഒരിക്കൽ അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉയർന്നാൽ അവൻ ഗതിയിൽ ജപം തുടങ്ങും. 3 മാസം എങ്കിലും 6 മാസം എങ്കിലും എടുക്കട്ടെ, എങ്കിലും തുടക്കം എങ്കിൽ ചെയ്യും. രാം നാരായൺ രാം എന്ന മന്ത്രം വലിയ തോതിൽ ആളുകളിലേക്കെത്തിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ ഒരേ സൂര്യനും ഒരേ ഭൂമിയും ഒരേ ആകാശവുമാണ്. ആ ആകാശത്തിനടിയിൽ ജീവിക്കുന്നവരാണ് മനുഷ്യർ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ എന്നിവയിൽ ആരെ ഈക്വൽ. എന്നാൽ മനുഷ്യൻ താനാണ് ഏറ്റവും വലിയതെന്ന് കരുതുന്നു. മറ്റ് ജീവികളെ കൊന്നാലും മുറിച്ചാലും താൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്നു. ഇവരോട് ചോദിക്കണം, ഭൂമി ഒറ്റതാകുമ്പോൾ, ആകാശം ഒറ്റതാകുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് വലിയവനാകുന്നത്? ബാല ബ്രഹ്മചാരി ജി പറഞ്ഞതുപോലെ ഭൂമിയിലെ എല്ലാ ജീവികളും തുല്യരാണ്. ഒരാളും വലുതോ ചെറുതോ അല്ല. മനുഷ്യൻ, മൃഗം, വൃക്ഷം എല്ലാം ഒരുപോലെ. മനുഷ്യന് ബുദ്ധിയുണ്ടായാൽ പക്ഷികൾക്ക് പറക്കുന്ന കഴിവുണ്ട്, മരങ്ങൾക്ക് വായു നൽകുന്ന ശക്തിയുണ്ട്. എങ്കിൽ മനുഷ്യൻ എങ്ങനെ വലിയവനാകും? എല്ലാം തുല്യമാണ്. നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളും മസ്ജിദുകളും നിർമ്മിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് രാം നാരായൺ രാം എന്ന മന്ത്രം ജനങ്ങളിലേക്കെത്തിക്കുന്നത്. 1 കോടി പേരെങ്കിലും ഈ ജപം ചെയ്യുകയും മറ്റുള്ളവരോടും ഇതിൻ്റെ പ്രാധാന്യം പങ്കുവെക്കുകയും ചെയ്താൽ വലിയൊരു ജനസംഖ്യ ഈ ആത്മീയ യാത്രയിൽ ചേരും. രാം നാരായൺ രാം ജപം എവിടെയിരുന്നും ചെയ്യാം. ഇന്നത്തെ കാലത്ത് ചില ക്ഷേത്രങ്ങളുടെ പുരോഹിതന്മാർ ആളുകളെ ചതിച്ചു ഭക്തിയെ ഒരു വ്യാപാരമായി മാറ്റിയിരിക്കുന്നു. ആളുകൾക്ക് ക്ഷേത്രത്തിലോ മസ്ജിദിലോ പോകേണ്ടതില്ല. അവർ മനസ്സിൽ ഉള്ള ദൈവത്തോട് ക്ഷമ ചോദിക്കണം. ആ ദിവസം മുതൽ നല്ല ദിനങ്ങൾ തുടങ്ങും. അതിനാൽ നിങ്ങൾ രാം നാരായൺ രാം ജപിച്ചു. അതിലൂടെ ലഭിക്കുന്ന ആത്മീയ ഫലങ്ങൾ അനുഭവിക്കുക.